അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഫിഖ്ഹിൻ്റെ പരീക്ഷയുടെ ഒരു മോഡൽ പേപ്പറാണ്. നിലവിൽ സിലബസ് മാറിയതുകൊണ്ട് പുതിയ ചോദ്യപേപ്പറൊന്നും ലഭ്യമല്ല. ഒരു മോഡൽ കിട്ടിയതാണ്. അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം വഫിഖ്, യോജിപ്പിക്കാനുള്ളതാണ്. ഇവിടെ കൊടുത്ത വരിയുമായിട്ട് ഈ കോളത്തിലുള്ളത് യോജിപ്പിച്ച് കൊടുക്കുക. 1. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി, ഒരു മുസ്ലിമിൻ മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള കടമകളും എത്രയാണ്? അത് എത്രയാണെന്നല്ല, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള കടമയാണ്. ഇത് ബ്രാക്കറ്റിലുണ്ട് ആ കടമ ഏതാണെന്ന്. അത് അയ്യാദത്തുൽ മരീദ്, രോഗസന്ദർശനമാണ്. 2. മൻ ഖറബത്ത് വഫാത്തുഹു, മരണം അടുത്തയാൾ അനുയോജിച്ച ഏതാണ്? അൽ മുഹ്തളറു, മരണം ആസന്ന ആയാളാണ്. 3. യുറക്കിഖുൽ മൗത വയുസഹിദു ഫിദ്ദുന്യ, അതായത് ഹൃദയത്തെ അലിയിപ്പിക്കുകയും ദുനിയാവിനോടുള്ള താല്പര്യം കുറയ്ക്കുകയും ചെയ്യുന്നത്. അതെന്താണ്? അത് മുകളിൽ കാണാം, ദിക്റുൽ മൗത്ത്, സ്മരണ എന്നതാണ്. ഇനി 4. അഫ്ളലുൽ കഫനി, കഫം ചെയ്യുന്നതിൽ ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത് കഫം പുടയിൽ ഏതാണ്? അൽ ഖുത്തുനുൽ അബിയദു, വെള്ള തുണിയാണ് അല്ലേ, വെള്ള പരുത്തി തുണി. 5. അദദു അസ്വാബിൽ അഫ്ളലിൽ കഫനി ലിർറജുലി, പുരുഷനാണെങ്കിൽ അഫ്ളലായ കഫൻ തുണിയുടെ എണ്ണ എത്രയാണ്? അത് മുകളിൽ കാണാം, സലാസത്തുൻ, 3 എണ്ണമാണ്. 6. അർക്കാനു സ്വലാത്തിൽ ജനാസ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ എത്രയാണ്? സബഅത്തുൻ, 7 എണ്ണമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം തമ്മീമാണ്, പൂർത്തിയാക്കാൻ. വരി ഒന്ന് പൂർത്തിയാക്കി കൊടുക്കുക. 1. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആദ മരീളൻ യഖൂലു ലാ ബഅസ ഡാഷ്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇനി 2. അഖല്ലു ദുആഇ ലിൽ മയ്യത്തി, മയ്യത്തിനുള്ള ചെറിയ ദുആണ് അല്ലാഹുമ്മ ഡാഷ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നത്. 3. അർറജുലു യഗ്സിലു റജുല വൽ മർഅതു തഗ്സിലു ഡാഷ്, പുരുഷൻ കുളിപ്പിക്കേണ്ടത് പുരുഷനെയാണ്. വൽ മർഅതു സ്ത്രീ തഗ്സിലു, കുളിപ്പിക്കേണ്ടത് ആരാണ്? അൽ മർഅത, സ്ത്രീയെയാണ്. 4. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു ഡാഷ് വഗ്ഫിർ ലനാ വലഹു. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉക്തുബുൽ അഹ്കാം, വിധി എഴുതി കൊടുക്കാനാണ്. ഇദാ സല്ലമൽ ഇമാമു ഖിയാമുൽ മസ്ബൂഖി ഫൗറൻ ലിതദാറുക്കി മാ ഫാതഹു, അതായത് ഇമാം സലാം വീട്ടിയാൽ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കാൻ മസ്ബൂക്ക് ഉടനെ എഴുന്നേൽക്കൽ, അതിൻ്റെ വിധി എന്താണ്? അത് വാജിബാണ്, നിർബന്ധം, വാജിബ് കേട്ടോ. 2. തമന്നിൽ മൗത്തി ലി മസാഇബിൽ ദുന്യ, അതായത് ഭൗതികമായ ബുദ്ധിമുട്ടുകൾ കാരണം മരണം ആഗ്രഹിക്കുക, അത് വിധി കറാഹത്താണ്, കറാഹത്ത്. 3. തക്ഫീനുൽ മയ്യത്തി റജുലി ബിൽ ഹരീരി, പുരുഷനായ മയ്യത്തിനെ പട്ടുതുണിയിൽ കഫൻ ചെയ്യുക എന്നത് എന്താണ്? അത് ഹറാമാണ്.
4 ഇയാദത്തുൽ മരീദ് രോഗസന്ദർശനം, അത് സുന്നത്തായ കാര്യമല്ലേ. ഇനി അടുത്ത പ്രവർത്തനം അജിബ് ഉത്തരം എഴുതാനും. മാതാ നഖൂലുലിൽ മരീദ് ഇൻദൽ ഇയാദത്തി, രോഗസന്ദർശന വേളയിൽ നാം എന്താണ് രോഗിക്ക് വേണ്ടി ചൊല്ലേണ്ടത്? അത് അസ്അലുല്ലാഹുൽ അലീമ അൻ യശ്ഫിയക. അതുപോലെ നബി തങ്ങൾ ദുആ ചെയ്ത മറ്റൊരു ദുആ ആണ് ലാ ബഅ്സു തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം മൽ മഖ്സൂദു ബി ഫറദിൽ കിഫായ, ഫറദ് കിഫായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അത് മുസ്ലിങ്ങളിൽ ചിലർ ആ കർമ്മം ചെയ്താൽ ബാക്കിയുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യും, കുറ്റം ഒഴിവാകുന്നതിനാണ് ഫറദ് കിഫായ എന്ന് പറയുന്നത്. അറബിയിൽ നമുക്കിങ്ങനെ പറയാം, ഇദാ ഖാമ ബിഹ ബഅദു അൽ മുസ്ലിമീന സഖത്തൽ ഇസ്മു അനിൽ ബാഖിയൻ. മുസ്ലിങ്ങളിൽ ചിലർ ആ ബാധ്യത നിർവഹിച്ചാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവരിൽ നിന്ന് കുറ്റം ഒഴിഞ്ഞു മാറുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ലി സ്വലാത്തുൽ മയ്യിത്തി ഷർത്താനി മഅസാഇരി ഷുറൂത്തി സ്വലാത്തി മാഹുമ. മറ്റു നിസ്കാരങ്ങളുടെ നിബന്ധനകൾക്ക് പുറമെ മയ്യിത്ത് നിസ്കാരത്തിന് പ്രത്യേകമായിട്ട് 2 നിബന്ധനകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതൊക്കെയാണ് ആ 2 നിബന്ധനകൾ? ഒന്നെന്താണ്? തഖദ്ദുമു തുഹുറുൽ മയ്യിത്ത്, മയ്യിത്ത് ശുദ്ധിയുള്ളതായിരിക്കുക. മറ്റൊന്ന് അല്ലാ യതഖദ്ദമൽ മുസല്ലി അലൽ മയ്യിത്തിൽ ഹാദിരി, അവിടെ ഹാജരായിട്ടുള്ള മയ്യത്തിനേക്കാൾ നിസ്കരിക്കുന്നയാൾ മുന്നോട്ട് നിൽക്കാതിരിക്കുക എന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ബയ്യിൻ, വിശദീകരിക്കാനും. അൽ മസ്ബൂക്ക്, മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? അതാരാണ്? ഹുവ മൻ ലം യുദ്രികു മിനൽ ഖിയാമിൽ ഇമാമി ഖദറൻ യസഉ ഖിറാഅത്ത് സൂറത്തുൽ ഫാത്തിഹ, ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ സൂറത്ത് ഓതാൻ ആവശ്യമായ സമയം ലഭിക്കാത്ത വിധം വൈകി നിസ്കാരത്തിൽ പങ്കുചേർന്ന ആൾക്കാണ് മസ്ബൂക്ക് എന്ന് പറയാം. 2 അക്കലുൽ കഫൻ, നമ്മൾ കഫൻ തുണിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഫനിൽ നിന്ന് കുറഞ്ഞത് എത്രയാണ്? എന്താണ്? സൗബൻ വാഹിദുൻ യസ്തുറു ജമിഅൽ ബദനി, അതായത് മയ്യത്തിൻ്റെ ശരീരം മുഴുവനും മറയുന്നതായ ഒരു വസ്ത്രമാണ് ഏറ്റവും ചുരുങ്ങിയ കഫൻ പുട. ഇനി അടുത്ത പ്രവർത്തനം മുക്തുബുൽ ഇസ്നൈനി, 2 വീതം ഉദാഹരണം എഴുതണം. ഒരു ചോദ്യത്തിന് ഈ 2 ഉദാഹരണം. 1 മാ യുസന്നു ഇൻദൽ മുഹ്ളരി, അതായത് മരണാസന്നമായ ആ വ്യക്തിയുടെ അടുത്ത് സുന്നത്തുള്ള കാര്യങ്ങൾ. 1 തൽഖീനുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിരിഫഖ്, മരണം ആസന്നമായ ആ വ്യക്തിയുടെ അടുത്ത് സൗമ്യമായ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. മറ്റൊന്ന് ഇൽജാഉഹു ലിജംബിഹിൽ ഐമനി ഇലൽ ഖിബ്ലത്തി, രോഗിയുടെ വലതുഭാഗം കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക. 2 അർക്കാനു സ്വലാത്തിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ, കുറേ റുക്കിനുകൾ പറയുന്നുണ്ട്. 1 നീയത്ത്, 2 അർബ തക്ബീറാത്ത്, 4 തക്ബീറ. 3 അൽ വാജിബാത്തുലിൽ മയ്യത്തിൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മയ്യത്തിനോട് ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതകൾ. അതിലൊന്നാണ് ഉസുലുഹു, ആ മയ്യത്തിനെ കുളിപ്പിക്കണം. അതുപോലെ തക്ഫീനുഹു, മറവ് ചെയ്യപ്പെടണം. ഇനി അടുത്ത പ്രവർത്തനം തർജിം, അർത്ഥം എഴുതാനാണ്. അഖല്ലുൽ ഖുസ്ലി ഹുവ അൻ യഉമ്മ ജമീഅൽ ബദനി ബിൽ മാഇ, ഇതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാൻ. അതിൻ്റെ അർത്ഥം കുളിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം ശരീരം മുഴുവൻ വെള്ളം എത്തിക്കലാണ്. ഉക്തുബുൽ മാന, അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതാനുള്ളതാണ്. 1 ഖുഫാസുൻ, കയ്യുറ, കൈമന്നിരിക്കുന്ന ഉറ. ഹിമാറു എന്ന് പറഞ്ഞാൽ മുഖമക്കന എന്ന് പറയാം. 3 മിഷ്തുൻ, ചീർപ്പ്. 4 അൽ ഇസ്റാഫു, അമിതമായ വ്യയം, അതായത് ദൂർത്ത് എന്ന് പറയാം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യപേപ്പർ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.